നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, എസ്പെഷ്യലി ഞാനൊരു ബൊട്ടിക് ബിസിനസിനെ കുറിച്ചാണ് പറയുന്നത്. ഞാനൊരു ഫാഷൻ ബിസിനസ് ജേർണി സ്റ്റാർട്ട് ചെയ്തപ്പോഴും ഒരുപാട് കാര്യങ്ങൾ അറിയില്ലാതെ ഒരുപാട് മിസ്റ്റേക്കുകൾ വരുത്തി വെച്ചിട്ടുണ്ട്. അത് ശരിക്കും പെയിൻഫുൾ ആയിട്ടുള്ള ഒരുപാട് മിസ്റ്റേക്കുകളാണ് വരുത്തി വെച്ചത്. അതിലൂടെ എനിക്ക് ഒത്തിരി സമയവും ഒത്തിരി പൈസയും അതുപോലെ ചില സമയത്തൊക്കെ കോൺഫിഡൻസ് തന്നെ വളരെ ലോസ്റ്റ് ആയിട്ടുണ്ട്. സോ ഇതൊക്കെ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിലെന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ശരിക്കും നമ്മൾ ഇതിനെക്കുറിച്ച് പഠിച്ച് കുറച്ചൊക്കെ ഒരു അറിവോട് കൂടിയിട്ട് ഇതിനെ ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഗൈഡൻസോട് കൂടിയിട്ട് ഇത് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒത്തിരി ലോസ്റ്റ് ഇല്ലാതെ അല്ലെങ്കിൽ ഒത്തിരി സമയമൊക്കെ നഷ്ടമാവാതെ നമ്മുടെ ഈ ഒരു ബിസിനസ്സിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. സോ നമ്പർ 1 മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, ഞാൻ വിചാരിച്ചിരുന്ന സ്കില്ല് മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് ബിസിനസ് ചെയ്യാമെന്നാണ്. ശരിക്കും ഫാഷനോടുള്ള ഒരു ഇഷ്ടമുണ്ട്. ലവിങ് ഫാഷൻ ഈസ് നോട്ട് ഈക്വൽ ടു റണ്ണിങ് എ ബിസിനസ് എന്ന് പറയും, റണ്ണിങ് എ ഫാഷൻ ബിസിനസ് എന്ന് പറയും. ശരിക്കും ഒരു ഫാഷനോട് ഇഷ്ടമുണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരു ഫാഷൻ ബിസിനസ് റൺ ചെയ്യാമെന്ന് നമ്മൾ വിചാരിക്കരുത്. കാരണം അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ എനിക്ക് പ്രൈസിങ് സ്ട്രാറ്റജി, അതുപോലെ തന്നെ ഇപ്പൊ കസ്റ്റമേഴ്സിനായിട്ടുള്ള ഡീലിങ്സ്, മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, സെയിൽസ് സ്ട്രാറ്റജി, ഇതിനെക്കുറിച്ചൊക്കെ അറിയില്ലായിരുന്നു. കാരണം സ്കില്ലുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ് റൺ ചെയ്യാൻ പറ്റില്ല. സ്കില്ലുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു പ്രൊഡക്ഷൻ നടത്താൻ പറ്റും, നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്ഷൻ നടത്താൻ പറ്റും. പക്ഷേ അതേസമയം നമുക്കൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ് റൺ ചെയ്യണമെങ്കിൽ നമ്മൾ ഇത് സ്കില്ല് മാത്രം പോരാ, നമുക്കൊരു സിസ്റ്റം കൂടി വേണം. കാരണം പ്രൈസിങ് സ്ട്രാറ്റജിയും കസ്റ്റമേഴ്സിനുള്ള ഡീലിങ്സ്, അതുപോലെ തന്നെ കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യാനുള്ള കാര്യങ്ങൾ, മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, ഇതൊക്കെ ഒരു സിസ്റ്റമായിട്ട് ബിൽഡ് ചെയ്താൽ മാത്രമേ നമ്മുടെ വർക്ക് ഈസി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. ഇതൊക്കെ ഇല്ലെങ്കിൽ നമ്മളൊരു വൺ മാൻ ഷോ പോലെ എല്ലാ കാര്യങ്ങളും ചെയ്ത് ഒരുപാട് മിസ്റ്റേക്കുകളൊക്കെ വരുത്തി വെച്ച് നമ്മൾ ഒരുപാട് സ്റ്റക്കായി പോകും ചില കാര്യങ്ങൾ. സോ നമ്പർ 1 മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, ഞാൻ വിചാരിച്ചു സ്കില്ലുണ്ടെങ്കിൽ നമുക്ക് ബിസിനസ് റൺ ചെയ്യാമെന്നുള്ളതായിരുന്നു. സ്കില്ല് മാത്രം പോരാ, നമുക്കൊരു സിസ്റ്റം കൂടി വേണമെന്നുള്ള കാര്യം പിന്നീട് മനസ്സിലാക്കാൻ സാധിച്ചു. ഇനി രണ്ടാമത്തെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ വിചാരിച്ചു ഇപ്പൊ ഇതിനെക്കുറിച്ചൊക്കെ പഠിച്ചെടുക്കേണ്ട ആവശ്യമുണ്ടോ. ശരിക്കും ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് ബ്രാൻഡിങ്ങിനെ കുറിച്ചോ അല്ലെങ്കിൽ പ്രൈസിങ്, പ്രോഫിറ്റിന്റെ കാൽക്കുലേഷനെ കുറിച്ചോ ഒന്നും തന്നെ കൃത്യമായിട്ട് അറിയില്ലായിരുന്നു. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പഠിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ്. സോ ഏർലി സ്റ്റേജിൽ തന്നെ നമ്മൾ അതിനെക്കുറിച്ചൊരു പഠിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ്സിനെ പെട്ടെന്ന് തന്നെ നമ്മളുടെ ബിസിനസ്സിൽ റൺ ചെയ്യിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ട്രയൽ ആൻഡ് എററിലൂടെ മനസ്സിലാക്കി കുറെ വീഴ്ചകളൊക്കെ വന്ന് ഫീഡ്ബാക്കുകൾ കിട്ടി അങ്ങനെ പഠിച്ചു കൊണ്ടുപോകാൻ പറ്റുള്ളൂ. സോ അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇനി മൂന്നാമത്തെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ, എനിക്ക് ക്യാമറയുടെ മുമ്പിലോട്ട് വരാനായിട്ടുള്ള ക്യാമറയുടെ മുമ്പിൽ വരാൻ ഫിയർ ആയിരുന്നു. കാരണം ഞാൻ എന്റെ ഫസ്റ്റ് വീഡിയോ ഒക്കെ ഞാൻ എടുത്തു നോക്കുമ്പോൾ എനിക്കറിയാം ഞാൻ ഭയങ്കര പേടിച്ചിട്ടാണ് ക്യാമറയുടെ മുമ്പിൽ. പിന്നെ ഫിയർ ഓഫ് ജഡ്ജ്മെന്റ് ഉണ്ടായിരുന്നു. ആളുകൾ എന്റെ വീഡിയോ കണ്ടു കഴിയുമ്പോൾ എന്ത് പറയും, എനിക്ക് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാരണം കൊണ്ട് ക്യാമറയുടെ മുമ്പിലേക്ക് വരാനുള്ള ഒരു ഡിലേ വന്നതുകൊണ്ട് നമ്മുടെ ഗ്രോത്ത് അത്രയും കുറഞ്ഞു പോയി. പിന്നെ നാലാമത്തെ ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ, ഞാൻ എല്ലാം വൺ മാൻ ഷോ ചെയ്താൽ, അതായത് ഞാൻ തന്നെ എല്ലാം ചെയ്താലാണ് ശരിയാവുള്ളൂ എന്ന് വിചാരിച്ചിട്ട് കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പൊ അങ്ങനെ ചെയ്യാൻ വന്നപ്പോൾ നമ്മൾ ഒത്തിരി എക്സോസ്റ്റ് ആവുകയും നമ്മൾ ബിസിനസ്സിൽ സ്റ്റക്കായി പോവുകയും ചെയ്യും. സോ ഇതൊരു ഡെലിഗേറ്റ് ചെയ്യേണ്ട സമയത്ത് ആ ഡെലിഗേറ്റ് ചെയ്യാൻ കറക്റ്റ് ആയിട്ടുള്ള എങ്ങനെയാണ് സ്ട്രാറ്റജി എന്ന് നമ്മൾ പഠിച്ചിരിക്കണം. സോ അതാണ് എൻ്റെ ഒരു നാലാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചത് അഞ്ചാമത്തെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ടൈം വരാൻ വേണ്ടി കാത്തിരുന്നു എന്നുള്ളതാണ്. ഇതിന് പെർഫെക്റ്റ് മണി ലഭിക്കട്ടെ, ഇഷ്ടംമാതിരി ഫണ്ട് ഉണ്ടാവട്ടെ, അല്ലെങ്കിൽ ഇഷ്ടം പോലെ അല്ലെങ്കിൽ സമയം ഉണ്ടാവട്ടെ, ഇതൊക്കെ പെർഫെക്റ്റ് ആക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു പെർഫെക്റ്റ് ടൈമിങ്ങിന് വേണ്ടി കാത്തിരുന്നു എന്നുള്ളതാണ്. സോ പെർഫെക്റ്റ് ടൈം എന്ന് പറയുന്ന ഒരു കാര്യം ഇല്ല. ശരിക്കും നമ്മളൊന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കുക, സ്റ്റാർട്ട് ചെയ്തിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുക, അതിനുശേഷം അത് നന്നായി പഠിച്ചു വരിക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. പക്ഷേ നമ്മൾ അത്യാവശ്യം വേണ്ടിയിട്ടുള്ള ബിസിനസ് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരുന്നിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അതല്ലെങ്കിൽ നല്ലൊരു ഗൈഡൻസോ സപ്പോർട്ടോ എടുത്തിട്ട് വേണം മുന്നോട്ട് പോകാൻ. ഇതൊന്നുമില്ലാതെ നമ്മൾ ആരെങ്കിലും ചെയ്യുന്നത് ഒരു ബിസിനസ് കണ്ടിട്ട് പെട്ടെന്ന് നമ്മളൊരു സുപ്രഭാതത്തിൽ വന്നിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഫ്ലോപ്പായി പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചിരുന്നത്, എനിക്ക് എൻ്റെ പ്രൈസ്, ആറാമത്തെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ, എൻ്റെ ഒരു വർക്കിന് ഞാൻ അത്രത്തോളം വാല്യൂ കൽപ്പിച്ചില്ല. അതായത് അണ്ടർ വാല്യൂയിങ് മൈസെൽഫ്. അയ്യോ എൻ്റെ വർക്ക് ഇത്രയുള്ളൊരു പൈസക്കുണ്ടോ അല്ലെങ്കിൽ ഇത്ര ക്യാഷിനുണ്ടോ, വർത്തുണ്ടോ എന്നുള്ളൊരു പ്രൈസിങ് സ്ട്രാറ്റജി അറിയില്ലാത്തതുകൊണ്ടാണ് നമ്മൾ അണ്ടർ വാല്യൂയിങ് അവർ വാല്യൂ എന്ന് പറയുന്നത്, അണ്ടർ വാല്യൂയിങ് അവർ പ്രൈസിങ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാതെ നമ്മൾ ശരിക്കും നമ്മുടെ പ്രോഡക്റ്റിന് ഇത്ര പ്രൈസ് ഉണ്ട് എന്ന് നിശ്ചയിക്കാനുള്ള ഒരു കേപ്പബിലിറ്റി വേണം.
അതുപോലെ നമ്മൾ എല്ലാവർക്കും ഡിസ്കൗണ്ടുകൾ കൊടുത്തിട്ടൊക്കെ അങ്ങനെ എല്ലാവരെയും പ്ലീസ് ചെയ്യിപ്പിക്കാനുള്ള ഒരു ഇത്, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ബിസിനസ്സിൽ ഒത്തിരി നഷ്ടങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചെടുക്കുക. ഇപ്പോൾ നമ്മൾ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആണെങ്കിലും നമ്മുടെ എങ്ങനെയാണ് നമ്മുടെ ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നും, നമ്മുടെ സെയിൽസ് സ്ട്രാറ്റജി ആണെങ്കിലും നമ്മുടെ സക്സസ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതും, പ്ലാനിങ്ങും ബിസിനസ് എങ്ങനെ പ്ലാൻ ചെയ്യണമെന്നും, അതുപോലെ നമ്മുടെ കോൺഫിഡൻസ് തന്നെ എങ്ങനെ ബിൽഡ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ശരിക്കും ഈ ഒരു ജേർണിയിൽ മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഒരുപാട് ട്രയൽ ആൻഡ് എററിലൂടെ പഠിച്ചതുകൊണ്ട് തന്നെ എൻ്റെ ഒരു പാഷൻ ടു ബിസിനസ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയിലൂടെ ഒരുപാട് വിമൻസിന്, ഒത്തിരി സ്കിൽഡ് ആയിട്ടുള്ള അംബീഷ്യസ് ആയിട്ടുള്ള വിമൻസിന് അവർക്ക് ഒരുപാട് ഗൈഡൻസും സപ്പോർട്ടും കൊടുക്കാനായിട്ട് എനിക്കിപ്പോൾ സാധിക്കുന്നുണ്ട്. സോ അവർക്ക് അത് അവരുടെ ജേർണി ഒരു 10x സ്പീഡിലോട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ നിങ്ങൾക്കും ഇതുപോലൊരു ഫാഷൻ ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക ബൊട്ടിക്ക് സ്റ്റാർട്ട് ചെയ്യണം, ഓൺലൈനിൽ ഒരു ബൊട്ടിക്ക് സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതിന് സ്കിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു കേപ്പബിൾ ആയിട്ടുള്ള ഒരു മെന്റർഷിപ്പ് എടുക്കുക എന്ന് വേണം എനിക്ക് പറയാനായിട്ടുള്ള. നമ്മൾ ആ ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ നിൽക്കുമ്പോൾ കൂടുതൽ കരുത്തോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. സോ എൻ്റെ ഒരു പാഷൻ ടു ബിസിനസ് എന്ന് പറയുന്ന ലേണിംഗ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പാണ്, വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്കാണ്. അതിനകത്ത് നിങ്ങൾക്ക് വരാം, നമ്മുടെ ഫ്രീ സെഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഒരുപാട് ഗൈഡൻസ് ആൻഡ് സപ്പോർട്ട് കിട്ടുന്നതാണ്. സോ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി മാറാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും നന്ദി. ബൈ ബൈ. ഇറ്റ്സ് മീ രാജീവ്.